കഥയാരംഭിക്കുന്നത് 2017 അന്ന് ഒരു എൻഗേജ്മെന്റ് പാർട്ടി നടക്കുന്നു. അന്ന് വധുവായ ഏവറി ഞാൻ എന്റെ ഫിയാൻസിയെ ആദ്യമായി എങ്ങനെ കണ്ടുമുട്ടി എന്ന കഥ പറയുകയാണ്. മുമ്പിൽ നോഹ എന്ന യുവാവുണ്ടായിരുന്നു. നോഹ അവൾ പറയുന്ന കഥ ആവേശത്തോടെ കണ്ട് കേട്ടുകൊണ്ടിരുന്നു. നോഹയുടെ ഉള്ളിലേക്ക് അവർ ആദ്യമായി കണ്ട ആ ദിവസം ഓടി വന്നു. 3 വർഷങ്ങൾക്ക് മുമ്പ് ഹാലോവിൻ പാർട്ടി നടക്കുന്ന സമയം നോഹ ആദ്യമായി ഏവറിയെ കാണുന്നത് ഹാലോവിൻ പാർട്ടിക്കിടയിലായിരുന്നു. കോസ്പ്ലേ ചെയ്ത് ഓരോരുത്തരും വസ്ത്രങ്ങളൊക്കെ ധരിച്ചാണല്ലോ ഹാലോവിൻ പാർട്ടിയിൽ പങ്കെടുക്കുക. അങ്ങനെ നോഹയും രസകരമായ ഒരു വസ്ത്രം ധരിച്ചിരുന്നു. സാന്ദർഭികമായി ഇരുവരും അടുത്തു വന്നു. ആ സമയമാണ് ഒരാൾ ഏവറിയെ തട്ടിത്തെറിപ്പിച്ച് ദൂരേക്ക് പോയത്. ആ തട്ടലിൽ ഏവറിയുടെ കയ്യിലിരുന്ന ഡ്രിങ്ക് നോഹയുടെ ശരീരത്തിൽ വീണിരുന്നു. അവരിരുവരും കാണാനും പരസ്പരം സംസാരിക്കാനും അതൊരു കാരണമായി. അവിടെ മുതൽ അവർ സംസാരിച്ചു തുടങ്ങി. സംസാരത്തിൽ പല കാര്യങ്ങളും കടന്നു വന്നു. ഏവറി തനിച്ചാണോ വന്നത് എന്ന നോഹയുടെ ചോദ്യത്തിന് തന്റെപ്പം കൂട്ടുകാരിയുണ്ടെന്നും കൂട്ടുകാരി അവളുടേതായ കാര്യങ്ങളിൽ വ്യാപൃതയാണ് എന്നും ഏവറി ചൂണ്ടിക്കാണിച്ചു. അങ്ങനാണേൽ നമുക്കുമൊന്ന് കറങ്ങാൻ പോയാലോ എന്ന മട്ടിലായി നോഹയുടെ ചോദ്യം. ഏവറിയും ഓക്കെ പറഞ്ഞതും നോഹ അവളെയും കൂട്ടി അടുത്തുള്ള അവൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ബാറിലേക്ക് പോയി. അവിടെ പിയാനിസ്റ്റ് ആയിട്ടായിരുന്നു അവൻ ജോലി നോക്കിയിരുന്നത്. നോഹ അവിടെ വെച്ച് ഏവറിക്ക് വേണ്ടി പിയാനോ വായിച്ചു കേൾപ്പിക്കുന്നുണ്ട്. പിയാനോയിലും മ്യൂസിക്കിലുമുള്ള ഏവറിയുടെ കഴിവും അറിവും നോഹയെ കുറച്ച് അതിശയപ്പെടുത്തിയിരുന്നു. തങ്ങൾ തമ്മിൽ ഒരുപാട് സാമ്യതയുള്ള പോലെ നോഹയ്ക്കെന്ന് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, നോഹയ്ക്ക് ഏവറിയെ നന്നേ അങ്ങ് ഇഷ്ടപ്പെട്ടു. ആ സമയമാണ് അവിടെയുള്ള ഫോട്ടോ ബൂത്ത് ഏവറി കാണുന്നത്. നമുക്ക് ഫോട്ടോ എടുത്താലോ എന്നവൾ ചോദിച്ചതും നോഹ ഓക്കെ പറഞ്ഞു. ഇരുവരും ഫോട്ടോ ബൂത്തിനകത്ത് കയറി ഫോട്ടോ എടുക്കാൻ ആരംഭിച്ചു. ഏവറിയാകട്ടെ പലതരത്തിൽ കോക്രിയൊക്കെ കാട്ടി ഈ നിമിഷം ഓർത്തിരിക്കാൻ പാകത്തിന് പോസ് ചെയ്യാൻ നോഹയോടും പറഞ്ഞ് ഒന്നിച്ച് ഫോട്ടോ എടുത്തു. അങ്ങനെ ഏവറിയെയും കൂട്ടിക്കൊണ്ട് നോഹ ഏവറിയുടെ വീട്ടിലെത്തി. അവളുടെ വീട്ടിലെത്തിയപ്പോഴോ അവിടെ ഫൂട്ബോൾ ഗെയിം ഉണ്ട്. നോഹയ്ക്കേറെ ഇഷ്ടമുള്ള കളിയാണ്. നോഹ അത് പറഞ്ഞു. ഏവറിയും നോഹയും കുറച്ചുനേരം ആ ഗെയിം കളിച്ചു. പിന്നാലെ നോഹയ്ക്ക് വല്ലാതെ വിശക്കാൻ തുടങ്ങി. ഏവറിയുടെ അടുത്ത് കുറേയധികം കുക്കി ക്രിസ്പ് ഉണ്ടായിരുന്നു. അത് മുഴുവനും നോഹയും ഏവറിയും കൂടി ആ രാത്രി കഴിച്ചു തീർത്തു. അന്ന് തന്നെപ്പറ്റി ഒരുപാട് ഏവറി തന്നെ നോഹയോട് സംസാരിക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും നോഹയ്ക്ക് ഏവറിയെ നന്നേ അങ്ങ് പിടിച്ചു. ഒന്നിച്ചുള്ള ആ സമയങ്ങൾ ഏവറിയും രസിച്ചിരുന്നു. കുറച്ചു സമയമാണ് ഒന്നിച്ച് ചെലവഴിച്ചതെങ്കിലും അതവരുടെ ലൈഫിൽ ഏറെ ഇമ്പോർട്ടന്റ് ആയി മാറി. അന്ന് പിരിയുന്നതിന് മുമ്പ് നോഹ ഏവറിയെ കിസ് ചെയ്യാൻ അടുത്തേക്ക് ചെന്നു. ഏവറിയും അടുത്തു വരുന്നുണ്ടായിരുന്നു. കഥ അവിടെ നിന്നും വേഗത്തിൽ തിരികെ 2017 എൻഗേജ്മെന്റ് പാർട്ടിയിലേക്ക് വരുന്നു. ഏവറി സംസാരിക്കുകയാണ്. നോഹ നോക്കി നിൽക്കുന്നു. ഏവറിയാകട്ടെ എൻഗേജ്മെന്റ് പാർട്ടി നടന്ന് തന്റെ ഫിയാൻസി ഏതിനെ ചുംബിക്കുന്നു. ആ കാഴ്ച നോഹയെ വല്ലാതെ അസ്വസ്ഥനാക്കി. നോഹ അവിടെ ഉണ്ടായിരുന്ന മദ്യം നല്ല രീതിയിൽ കുടിച്ചു. ഒടുവിൽ വാളുവെക്കാനും ആരംഭിച്ചു. സുഹൃത്തായ നോഹയുടെ പിന്നാലെ ഏവർ ചെന്നിരുന്നു. നോഹ ഛർദ്ദിച്ച അവശതയിൽ കണ്ടതും എന്താ പറ്റിയതെന്ന് അവൾ ചോദിച്ചു. ഒന്നുമില്ല, വല്ല ഫുഡ് പോയിസൺ ആവും എന്നായിരുന്നു അവൻ പറഞ്ഞത്. അന്നവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഏവറിയുടെ കൂട്ടുകാരി ക്യാരി ഉണ്ടായിരുന്നു. ക്യാരി ഫോട്ടോഗ്രാഫി ഏറെ ഇഷ്ടപ്പെടുന്ന സ്മാർട്ടായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. പാർട്ടി കഴിഞ്ഞ് ക്യാരി ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. മദ്യപിച്ചും ഛർദ്ദിച്ചും അവശതയിലുള്ള നോഹയെ അവന്റെ അടുത്തേക്കൊന്ന് ആക്കിയേക്കാമോ എന്നിവരെ ക്യാരിയോട് ചോദിച്ചു. ആദ്യം ക്യാരിക്ക് അത്ര താല്പര്യമുണ്ടായില്ലെങ്കിലും ക്യാരി പിന്നാലെ സമ്മതിച്ചു. നോഹയെ കാറിന്റെ പിൻസീറ്റിലിരുത്തി ക്യാരി ഡ്രൈവ് ചെയ്തു പോവാൻ തുടങ്ങി. പോകുന്ന വഴിയിൽ നോഹയുടെ ഫോട്ടോസും ക്യാരി പകർത്തിയെടുത്തു. ആ സമയം മദ്യാസക്തിയിലായിരുന്ന നോഹ മനസ്സിലുള്ളത് തുറന്നു സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. താൻ ഏവറിയെ പണ്ട് തൊട്ടേ ആത്മാർത്ഥമായി പ്രണയിച്ചിരുന്നെന്നും ഞങ്ങൾ ആദ്യമായി കണ്ട ആ രാത്രിയെ പറ്റിയ ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നതെന്നും ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നും നോഹ പറഞ്ഞുകൊണ്ടിരുന്നു. തന്റെ സുഹൃത്ത് മാക്സിന്റെ അടുത്താക്കിയാൽ മതി എന്നായിരുന്നു നോഹ പറഞ്ഞത്. ക്യാരി മാക്സിന്റെ അടുക്കൽ നോഹയെ ഡ്രോപ്പ് ചെയ്തു. മാക്സ് അപ്പോൾ ഉണ്ടായിരുന്നത് ബാറിലായിരുന്നു. മാക്സ് ഒരു വലിയ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആണ്. കുറച്ചുനേരം അവിടെ തുടരുവാൻ ക്യാരിയോട് അവരിരുവരും ആവശ്യപ്പെട്ടു. അവിടെ ഇരുന്ന് നോഹ അത്ര നേരത്തെ സംസാരം കൊണ്ട് നിർത്തുമോ? തന്റെ കഥ അവൻ പറയാൻ തുടങ്ങി. അന്ന് ആദ്യമായി കണ്ട രാത്രിയിൽ ഏവറിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം നോഹ അവളെ ചുംബിക്കാൻ ചെന്നല്ലോ. അന്ന് പക്ഷേ ഏവറി അവനെ കെട്ടിപ്പിടിക്കുകയായിരുന്നു ചെയ്തത്. എനിക്ക് നല്ലൊരു സുഹൃത്തിനെ കിട്ടിയെന്ന് അവളെന്ന് പറയുകയും ചെയ്തു. പക്ഷേ അത് കേട്ട് നോഹയ്ക്ക് അന്നത്ര സന്തോഷം തോന്നിയിരുന്നില്ല. അവളുടെ വെറുമൊരു സുഹൃത്തായിരിക്കാനായിരുന്നില്ല നോഹ ആഗ്രഹിച്ചത്. എന്തായാലും ഇനിയൊരു അവസരം കിട്ടും എന്നന്ന് രാത്രി അവിടെ നിന്ന് പോരുമ്പോ നോഹ ചിന്തിച്ചിരുന്നു. പക്ഷേ അടുത്ത ദിവസം കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു. കുക്കി ക്രിസ്പ് മൊത്തം രാത്രിയിൽ അവർ കഴിച്ചു തീർത്തതുകൊണ്ട് പിറ്റേന്ന് അത് വാങ്ങാൻ ഏവറി സൂപ്പർ മാർക്കറ്റിൽ പോയി. അവിടെ വെച്ചായിരുന്നു ഏവറിയും ഏതനും ആദ്യമായി കാണുന്നതും ഏവറിക്ക് ഏതനെ ഇഷ്ടമാകുന്നതും. നടന്ന എല്ലാ കാര്യങ്ങൾക്കും നോഹ തന്നെ പഴിച്ചുകൊണ്ടിരുന്നു. അന്ന് രാത്രി താൻ അത്രയ്ക്കും തിന്നില്ലായിരുന്നെങ്കിൽ പോലും അവളും ഏതനും കണ്ടുമുട്ടില്ലായിരുന്നു എന്നൊക്കെ അവൻ പെറുപെറുത്തു. പക്ഷെയൊക്കെ കേട്ടിരുന്ന ക്യാരി പറഞ്ഞു, ഒരിക്കൽ പോലും അവൾക്ക് നിന്റെ മേലൊരു ക്രഷ് പോലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നീ ഈ പറയുന്ന കാര്യങ്ങളിൽ വലിയ കാര്യമൊന്നുമില്ല. നിന്നെ അവളൊരു സുഹൃത്തായി മാത്രമേ കണ്ടിട്ടുള്ളൂ.
എനിക്ക് നാളെ ജോലിയുണ്ട് എന്ന് പറഞ്ഞ ക്യാരി പിന്നാലെ അവിടെ നിന്ന് പോയി. നോഹ വീണ്ടും മദ്യപിച്ചു. പഴയ കാര്യങ്ങൾ ഓർമ്മിച്ച് അവൻ ഏവറിയും അവനും കൂടി പോയി അതേ ഫോട്ടോ ബൂത്തിലേക്ക് അന്ന് കയറുകയാണ്. അന്ന് അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുമ്പോ ഏവറിക്കൊപ്പം എനിക്കൊരു ചാൻസ് കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്നവൻ വെറുതെ ആശിച്ചു. പിറ്റേന്ന് പുലർച്ചെ അവൻ ഉറക്കമെഴുന്നേൽക്കുകയാണ്. പതിവ് പോലെ എഴുന്നേറ്റ് അവൻ പുറത്തിറങ്ങി. പക്ഷെ മൊത്തത്തിൽ കുറേയധികം മാറ്റങ്ങൾ കാണുന്നു. ഹാലോവീൻ ഡേ പോലെ എല്ലാവരും കോസ്റ്റ്യൂം ധരിച്ചിരിക്കുന്നു. സൂപ്പർ മാർക്കറ്റിൽ ചെന്നപ്പോഴോ അവിടെ വിൽക്കുന്ന പേപ്പർ 2014ലെയാണ്. അവനൊന്നും വിശ്വസിക്കാൻ പറ്റിയില്ല. ഇതൊക്കെ വെറുതെ തോന്നലായിരിക്കുമെന്ന് കരുതി അവൻ മാക്സിനെ കാണാൻ ചെന്നു. മാക്സിനെ കണ്ടപ്പോഴോ മാക്സ് ആ കമ്പനിയിലെ സാധാരണ ജോലിക്കാരനാണ്. വൈസ് പ്രസിഡന്റ് ഒന്നും ആയിട്ടില്ല. വർഷം അപ്പോഴും 2014 നിന്നോട് പലവട്ടം പറഞ്ഞതല്ലേ കമ്പനിയിൽ ഒരു ജോലിക്ക് ജോയിൻ ചെയ്യാൻ, നീ അത് കേൾക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മാക്സ് അവനെ വഴക്ക് പറയുന്ന പോലുമുണ്ട്. എന്തായാലും നോഹയ്ക്ക് താൻ ട്രെയിൻ ട്രാവൽ ചെയ്തിരിക്കുകയാണ് എന്ന് മനസ്സിലായി. അവിടുത്തെ വിൻഡോയിലൂടെ പുറത്തു നോക്കുമ്പോ പാർക്കിൽ ഫോട്ടോ എടുത്തു നിൽക്കുന്ന ക്യാരി അവൻ കണ്ടു. തലേ ദിവസം കൂടി കണ്ട് സംസാരിച്ച ആളാണല്ലോ എന്ന ചിന്തയിൽ നോഹോടി ക്യാരിക്കടുത്ത് ചെന്നു. തലേ ദിവസത്തെ കാര്യത്തെപ്പറ്റിയും അവർ തമ്മിലുള്ള കോമൺ കാര്യങ്ങളെപ്പറ്റിയും ക്യാരിയെപ്പറ്റി തനിക്കറിയാവുന്നതൊക്കെയും പറഞ്ഞ് അവളോട് അവൻ സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ ക്യാരി തെറ്റിദ്ധരിച്ചത് അവനൊരു നരമ്പനാണ് എന്ന മട്ടിലായിരുന്നു. കാരണം ആ സമയത്ത് ക്യാരിക്ക് നോഹയെ പരിചയം പോലും ഉണ്ടായിരുന്നില്ല. വർഷം ശരിക്കും 2014 ആദ്യമായി ക്യാരിയും നോഹയും കാണുന്നതിന് മുമ്പ്. പെട്ടെന്നാണ് നോഹ ഒരു കാര്യം ആലോചിച്ചത്. ക്യാരിക്ക് തന്നെ പരിചയമില്ലെങ്കിൽ തീർച്ചയായും ഏവരിക്കും തന്നെ പരിചയം കാണില്ല. അന്നാണ് ഹാലോവീൻ ഡേ പാർട്ടിയുള്ളത്. പാർട്ടിക്ക് ചെന്നാൽ അവിടെ വെച്ച് ഏവറിയെ ആദ്യമായി കാണുന്ന പോലെ കാണാം. വേണമെങ്കിൽ വിദഗ്ധമായി പ്ലാൻ ചെയ്ത് അവളുമായി റിലേഷനിലാവുകയും അവളോടൊപ്പം പിന്നീട് സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യാം. അവൻ തുള്ളിച്ചാടി നേരെ തന്റെ ഇടത്തെ കൂടി. അന്ന് നല്ലൊരു ഡ്രസ്സൊക്കെ ധരിച്ചായിരുന്നു നോഹ ഹാലോവീൻ പാർട്ടിക്ക് പോയത്. എപ്പോഴാണ് ആൾ വന്ന് ക്യാരി ഇടിച്ച് ക്യാരി തിരിയുക എന്ന് നോഹയ്ക്ക് നേരത്തെ അറിയാമല്ലോ. കൃത്യം സമയത്ത് നോഹ അവിടെ ചെന്ന് നിന്നു. ആള് വന്നിടിച്ച് ഏവറി തിരിയുകയാണ്. ഇത്തവണ പക്ഷേ വിദഗ്ധമായി ഏവറി വീഴുന്നതിൽ നിന്നും നോഹ അവളെ രക്ഷിച്ചു. പിന്നാലെ അവളോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഏവറിയുടെ എല്ലാത്തരം ഇഷ്ടങ്ങളും കാര്യങ്ങളുമൊക്കെ നോഹയ്ക്ക് അറിയാമല്ലോ. അതൊക്കെ ഏവറിക്ക് മേൽ പ്രയോഗിച്ച് തങ്ങൾ തമ്മിൽ വലിയ സാമ്യതയുണ്ട് എന്ന് വരുത്തി തീർക്കാൻ നോഹ ശ്രമിച്ചു. ഏവറിക്കും അതൊക്കെ വളരെയധികം സർപ്രൈസിംഗ് ആയിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ നോഹയ്ക്ക് മേൽ ഏവറിക്കും ഒരു താല്പര്യം തോന്നുന്നുണ്ട്. പിന്നാലെ ഏവറിയെ നോഹ അന്ന് അവർ പോയ അതേ ബാറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൾക്കായി അവൾക്കിഷ്ടപ്പെട്ട പിയാനോ മ്യൂസിക് അവളെ വായിച്ചു കേൾപ്പിച്ചു. അതും കോമൺ ആണെന്ന് കണ്ടതും അവൾ വല്ലാതെ സന്തോഷിക്കുന്നുണ്ട്. പിന്നാലെ ഫോട്ടോ ബൂത്തിൽ കയറി അന്നെടുത്ത പോലെ ഫോട്ടോസ് എടുത്തു. ശേഷം അവളുടെ വീട്ടിലേക്ക് പോയി. അന്നവിടെ ഒരുപാട് സമയം ഇരുവരും സംസാരിച്ചിരുന്നു. അപ്പോഴാണ് താൻ വീട്ടിലേക്ക് വരികയാണ് എന്നേവർക്ക് ക്യാരിയുടെ മെസ്സേജ് വന്നത്. ഇരുവരും റൂംമേറ്റ്സ് ആയിരുന്നു. ഏവറി അത് പറഞ്ഞതും നോഹ കുറച്ച് വറീഡായി. കാരണം രാവിലെ ക്യാരിയുമായി ഒരു സീൻ ഉണ്ടായതാണല്ലോ. ക്യാരി അവനെ നരമ്പനാണെന്ന് ചിന്തിച്ചതുമാണ്. തന്നെ അവിടെ ആ അവസ്ഥയിൽ ആ സമയത്ത് ക്യാരി കണ്ടാൽ ആകെ കുളമാകും എന്ന് നോഹയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. അന്ന് അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നോഹ ക്യാരിയെ ചുംബിക്കുകയും ചെയ്തു. കൃത്യസമയത്തായിരുന്നു ക്യാരി അങ്ങോട്ടേക്ക് കടന്നു വന്നത്. നോഹയെ അവിടെ കണ്ടതും ക്യാരിക്ക് അങ്ങ് ഇരച്ചു കയറി വന്നു. ഇവനൊരു വായി നോക്കിയാണ് എന്ന് പറഞ്ഞു തുടങ്ങിയ ക്യാരി ഇവനെ പറ്റിയ രാവിലെ മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതെന്നും രാവിലെ എന്റെ അടുത്ത് വന്ന് പ്രശ്നമുണ്ടാക്കി എന്നെ സ്റ്റോക്ക് ചെയ്ത് ഒച്ചയും ബഹളവും ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ, അതിവനാണ് എന്നൊക്കെ ക്യാരി പറയുന്നുണ്ടായിരുന്നു. ക്യാരിയെ പറ്റി കോമൺ ആയുള്ള കാര്യങ്ങൾ പറഞ്ഞ പോലല്ലേ അവനും തന്നോട് കോമൺ ആയ കാര്യങ്ങൾ പറഞ്ഞത് എന്ന് ചിന്തിച്ച ഏവറി ക്യാരി പറഞ്ഞത് വിശ്വസിച്ച് നോഹയ്ക്ക് മേൽ ദേഷ്യപ്പെടുകയാണ്. പിന്നാലെ നോഹയെ അവൾ ആക്രമിക്കാൻ തുടങ്ങി. ക്യാരിയും അവളും ചേർന്ന് ഫ്രോഡാണെന്ന് കരുതി നോഹയെ നല്ല തോതിൽ മർദ്ദിച്ചു. പിറ്റേന്ന് പുലർച്ചെ നോഹ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണരുകയായിരുന്നു. നടന്നത് മുഴുവൻ ഒരു സ്വപ്നമായിട്ടാണ് അവന് തോന്നിയത്. തലേ ദിവസത്തെ കാര്യങ്ങൾക്ക് ഏവറിയോട് ക്ഷമ ചോദിക്കണം എന്ന തരത്തിൽ നോഹയ്ക്ക് തോന്നി. അവളുടെ വീട്ടിലേക്ക് നോഹ ചെല്ലുകയാണ്. വാതിൽ മുട്ടിയപ്പോൾ ഫിയാൻസി ഏതനായിരുന്നു വാതിൽ തുറന്നത്. ഏതന് നോഹയെ കണ്ടിട്ട് മനസ്സിലായതേയില്ല. പിന്നാലെ ഏവറി അങ്ങോട്ടേക്ക് വന്നു. ഏവറിക്കും നോഹയെ അങ്ങനെ മനസ്സിലാകുന്നില്ല. പെട്ടെന്നാണ് 3 വർഷങ്ങൾക്ക് മുമ്പ് ഹാലോവീൻ പാർട്ടിക്ക് വന്ന് പ്രശ്നമുണ്ടാക്കിയ ഫ്രോഡിനെ അവൾ ഓർക്കുന്നത്. 3 കൊല്ലം മുമ്പ് പ്രശ്നമുണ്ടാക്കിയ സ്റ്റോക്കറാണ് ഇവനെന്ന് പറഞ്ഞ് ഏവറി അവനെ ആക്രമിക്കാൻ തുടങ്ങി. ക്യാരിയും അത് പറഞ്ഞതോടെ ഏതനും നോഹയെ കടന്നാക്രമിച്ചു. പിന്നാലെ ഒരു തരത്തിലായിരുന്നു നോഹ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു കടന്നത്. പുറത്തെത്തിയതും നോഹയ്ക്ക് കാര്യം വ്യക്തമായി. ആ ഒരു ദിവസത്തേക്ക് താൻ ട്രെയിൻ ട്രാവൽ ചെയ്തത് സത്യമായിരുന്നു. അന്ന് രാത്രി നടന്ന കാര്യങ്ങളും സത്യമായിരിക്കുന്നു. അന്ന് അവർ അടിച്ച് തന്നെ ഇറക്കി വിട്ടിട്ടുണ്ട്. അതിൽ പിന്നെ ക്യാരിയെയും നോഹയെയും താൻ കണ്ടിട്ടില്ല. താൻ പ്രസന്റിലേക്ക് തിരിച്ചു വന്നു. തിരിച്ചെത്തിയതോ എൻഗേജ്മെന്റ് ഡേയുടെ അന്നത്തേക്കാണ്. പക്ഷെ അപ്പോഴേക്കും താൻ പാസ്റ്റിൽ പോയി ചെയ്ത കാര്യങ്ങൾ ഫ്യൂച്ചറിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. ഏവറിയും ക്യാരിയും തന്നെ ഇപ്പോൾ ഒരു ശത്രുവിനെ പോലെയാണ് കാണുന്നത്. എല്ലാം ഒന്നുകൂടി മാറ്റണം എന്ന് നോഹയ്ക്ക് തോന്നി. അവൻ വീണ്ടും ആ ഫോട്ടോ ബൂത്തിലേക്ക് ചെന്നു. അകത്ത് കയറി പാസ്റ്റിലേക്ക് പോവാൻ ആഗ്രഹിച്ച് വീണ്ടും ഫോട്ടോ എടുത്തു.
അങ്ങനെ അടുത്ത ദിവസം ഉറക്കത്തിൽ നിന്ന് നോഹ ഉണരുകയാണ്. അവൻ ഫോൺ നോക്കി 2014 ഒക്ടോബർ 31 താൻ പാസ്റ്റിലെത്തിയിരിക്കുന്നു എന്നവൻ തിരിച്ചറിഞ്ഞു. പിന്നാലെ അവൻ മാക്സിനെ വിളിച്ചു. നിന്റെ സഹായം വേണം എന്നെനിക്ക് പറഞ്ഞു. അന്ന് മാക്സിനെയും കൂട്ടിക്കൊണ്ടായിരുന്നു ഹാലോവിൻ പാർട്ടിക്ക് പോവാൻ നോഹ പദ്ധതിയിട്ടത്. റിലേഷൻഷിപ്പ് അഡ്വൈസ് ചോദിച്ചപ്പോ മാക്സ് പറഞ്ഞു, ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് പ്ലേ ബോയ് ടൈപ്പ് ആണുങ്ങളോടാ താല്പര്യം, അതുകൊണ്ട് നീ അത്തരത്തിലൊക്കെ ഒന്ന് പ്രവർത്തിച്ചു നോക്ക്. നോഹ അന്ന് ചെന്ന് ഒരു പ്ലേ ബോയെ പോലെ ഏവറിയോട് ഇടപഴകാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ അവർ തമ്മിൽ സംസാരം വന്ന് ഏവറി നോഹയെ നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് തള്ളി വീഴ്ത്തുന്നുണ്ട്. സ്വിമ്മിംഗ് പൂളിൽ വീണ നോഹ ഏവറിയോട് ക്ഷമ ചോദിച്ച് പിടിച്ചു കയറ്റാൻ അവൾക്ക് നേരെ കൈ നീട്ടി. അവളും അവനോട് ക്ഷമിച്ച് കൈ കൊടുത്തതും നോഹ അവളെ വലിച്ച് നേരെ പൂളിലേക്കിടുകയാണ്. അവൾ ദേഷ്യത്തിൽ അവനോട് വഴക്കിടാൻ ആരംഭിച്ചു. ആ വഴക്ക് ഒരു ചുംബനത്തിലേക്ക് മാറിയത് വളരെ പെട്ടെന്നായിരുന്നു. എന്തിനേറെ പറയുന്നു, അവിടെ തുടങ്ങിയ ചുംബനം അന്ന് രാത്രി അവരെ ഒന്നിച്ച് ബെഡിൽ ചിലവഴിക്കുന്ന കാര്യങ്ങളിൽ വരെ കൊണ്ടെത്തിച്ചു. പിന്നീട് നോഹ കണ്ണു തുറക്കുമ്പോൾ അവൻ 2017 കൃത്യമായി പറഞ്ഞാൽ 2017 നവംബർ 1. അവൻ നോക്കുമ്പോൾ ഏവറി തന്റെ തൊട്ടപ്പുറത്ത് തന്നെയുണ്ട്. ഏവറിയെ അവൻ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. നോഹയുടെ പ്രണയവാത്സല്യങ്ങളിൽ ഏവറിക്ക് സംശയം തോന്നി. ഏവറി ചോദിച്ചു, എന്താ വ്യത്യസ്തമായിട്ട് പെരുമാറുന്നേ? നമ്മുടെ റിലേഷൻഷിപ്പ് ഇത്തരത്തിലൊന്നും ആയിരുന്നില്ലല്ലോ. പിന്നാലെയാണ് നോഹ അത് തിരിച്ചറിഞ്ഞത്. അന്ന് രാത്രി ഒരു വൺ നൈറ്റ് സ്റ്റാൻഡിന് വേണ്ടി ഏവറി നോഹയെ വിളിച്ചു വരുത്തിയതായിരുന്നു. അവർക്കിടയിൽ ഒരു സീരിയസ് റിലേഷൻഷിപ്പ് ഒന്നുമല്ല ഉള്ളത്. 3 കൊല്ലം മുമ്പ് ഒരു പ്ലേ ബോയെ പോലാണല്ലോ നോഹ ഏവറിക്ക് അടുത്തെത്തിയത്. പിന്നീട് അതേ ഇമേജ് അവന് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വന്നു. ഇപ്പോഴും ഏവറിക്ക് മുമ്പിൽ അവനൊരു പ്ലേ ബോയ് മാത്രമാണ്. കണ്ണാടിയിൽ നോക്കിയപ്പോ തന്റെ രൂപവും മറ്റും കണ്ട് നോഹയ്ക്ക് കാര്യം വ്യക്തമാവുകയും ചെയ്തു. പിന്നാലെയാണ് ഏതൻ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ജോഗിങ്ങിനെ ഏവറിയെ ക്ഷണിക്കാനായിരുന്നു ഏതൻ വന്നത്. ഏതനും ഏവറിയും ഫ്രണ്ട്സ് ആണെന്ന് ഏതൻ പറഞ്ഞു. അത് കണ്ട് നോഹയ്ക്ക് സഹിക്കുന്നില്ല. അവർക്കൊപ്പം താനും ജോഗിങ്ങിനുണ്ട് എന്ന് പറഞ്ഞ് അവൻ ഇറങ്ങി. ജോഗിങ്ങിന് പോയ അവൻ ഏവറിയെ ഇംപ്രസ് ചെയ്യിക്കാൻ കുറെ ആക്ടിവിറ്റീസ് ചെയ്തു. പിന്നാലെ ഒടുവിൽ തളർന്നു വീണു. അന്നവനെ പൊക്കിയെടുത്തത് ഏവറിയുടെ സുഹൃത്തായ ക്യാരിയായിരുന്നു. അന്ന് ക്യാരിയോട് നോഹ മനസ്സ് തുറന്ന് സംസാരിച്ചു. താൻ എന്തു ചെയ്താലും ഏവറിക്ക് തന്നെ ഇഷ്ടമാവുന്നില്ലെന്നും തന്റെ അടുക്കൽ ഒരു സീരിയസ് റിലേഷൻഷിപ്പിന് തയ്യാറാവുന്നില്ല എന്നൊക്കെ അവൻ ക്യാരിയോട് പറഞ്ഞു. ഉടൻ വന്നു ക്യാരിയുടെ മറുപടി, ഇതുപോലെ പ്ലേ ബോയ് സ്വഭാവവും കാണിച്ച് വലിയ ജോലിക്കൊന്നും പോവാതെ കൃത്യമായി വരുമാനമില്ലാതെ സെറ്റിൽഡ് അല്ലാത്ത ഒരാളെ ഏത് വേണ്ട കാര്യമായി ജീവിതത്തിൽ പ്രണയിക്കുക, ഒരു വൺ നൈറ്റ് സ്റ്റാൻഡിനപ്പുറം അയാൾക്ക് സ്ഥാനം കൊടുക്കുക. ഏവരെയും പ്രതീക്ഷിക്കുന്നത് ഒരു മെച്ചുവേർഡായ സ്റ്റഡി ജോബൊക്കെയുള്ള ഒരു വ്യക്തിയായിരിക്കും. നോഹയ്ക്ക് കാര്യം മനസ്സിലായി. അത്തരത്തിൽ തയ്യാറായി വരണം എന്നവൻ തീരുമാനിച്ചു. അവൻ നേരെ വീണ്ടും ഫോട്ടോ ബൂത്തിലേക്ക് പോയി. 3 കൊല്ലം മുമ്പിലേക്ക് ടൈം ട്രാവൽ ചെയ്തു. ഇത്തവണ 3 കൊല്ലം മുമ്പിലെത്തിയതും അവൻ ആദ്യം പോയത് മാക്സിനെ കാണാനായിരുന്നു. മാക്സിന്റെ സഹായത്തോടെ അവന്റെ തന്നെ ഓഫീസിൽ നോഹ ഒരു ജോലി സംഘടിപ്പിച്ചു. പിന്നാലെ അന്ന് രാത്രിയിലെ ഹാലോവിൻ പാർട്ടിക്ക് തയ്യാറായി നോഹ ചെന്നു. ഏവറിയെ കണ്ട് മെച്ചുവേർഡായ രീതിയിൽ ഒരു ജെന്റിൽമാനായി അവളോട് സംസാരിച്ചു. അവളെ തനിക്ക് ഇഷ്ടമായെന്നും ജീവിതകാലം മുഴുവനും അവളുടെ ഒപ്പം ചെലവഴിക്കാൻ താൻ ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞ് അന്ന് ഒരു പ്രപ്പോസൽ രീതിയിൽ നോഹ കൂട്ടിച്ചേർത്തിരുന്നു. അവർ പഴയ ബാറിലേക്ക് പോയി. അന്ന് എക്സ്പെൻസീവ് ഡ്രിങ്ക് ആയിരുന്നു നോഹ ഓർഡർ ചെയ്തത്. നോഹ മുമ്പ് ആ ബാറിൽ ജോലി നോക്കിയിട്ടുണ്ട് എന്നെന്ന് ഇവർ മനസ്സിലാക്കുന്നുമുണ്ട്. അടുത്ത ദിവസം നോഹ ഉറങ്ങിയെഴുന്നേൽക്കുന്നത് ഒരു ഡെസ്കിലായിരുന്നു. അവൻ എഴുന്നേറ്റപ്പോൾ അവന്റെ രൂപത്തിൽ തന്നെ വലിയ മാറ്റങ്ങളുണ്ട്. ശരീരം തടിച്ചിരിക്കുന്നു, കുടവയർ വെച്ചിട്ടുണ്ട്. നോഹ ഉള്ളതുപോലും അവന്റെ വലിയ ബംഗ്ലാവിലാണ്. ആ സമയം തന്റെയും ഏവരുടെയും എൻഗേജ്മെന്റ് അന്നാണെന്നും അതിന്റെ കാർഡും അവൻ നോക്കിക്കണ്ടു. നോഹയ്ക്ക് വലിയ സന്തോഷം തന്നെ തോന്നി. ഒടുവിൽ താൻ ആഗ്രഹിച്ചതൊക്കെ കിട്ടിയിരിക്കുന്നു. താനൊരു സമ്പന്നനായ വ്യക്തിയാണ്. ആ വീട്ടിൽ അവനൊപ്പം ഏവറിയും താമസിക്കുന്നുണ്ട്. ക്യാരിയും അവരോടൊപ്പം ആ വീട്ടിലാണ് താമസിക്കുന്നത് എന്ന് കുറച്ച് സർപ്രൈസിംഗ് ആയിട്ടായിരുന്നു നോഹ നോക്കിക്കണ്ടത്. എന്തായാലും അന്ന് അവൻ ഓഫീസിൽ പോവണമായിരുന്നു. നേരത്തെ വരണമെന്ന് പറഞ്ഞ് ഏവറി അവനെ യാത്രയാക്കി. തന്റെ ഏറെ ഇഷ്ടപ്പെട്ട ലക്ഷറി കാറിൽ അവൻ ഓഫീസിലേക്ക് ചെന്നു. ഓഫീസിലെത്തിയപ്പോൾ അവിടെങ്ങും ആരെയും കാണുന്നില്ല. പിന്നാലെ ഓഫീസ് എംപ്ലോയീസ് മുഴുവൻ വന്ന് അവനെ അപ്രിഷ്യേറ്റ് ചെയ്തു. അവനെ വൈസ് പ്രസിഡന്റായി പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. പിന്നാലെ മാക്സ് നോഹയെ മുറിയിൽ കയറ്റി വാതിലടച്ച് അവനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. തന്റെ സ്ഥാനമാണ് അവൻ തട്ടിയെടുത്തതെന്നും ഈ സ്ഥാനത്ത് താനായിരുന്നു ഉണ്ടാവേണ്ടത് എന്നും മാക്സ് പറയുന്നുണ്ടായിരുന്നു. ഓഫീസിലെ കാര്യങ്ങൾ കൊണ്ട് താൻ ഒരുപാട് സ്ട്രെസ്ഡ് ആണ് എന്ന് നോഹ പിന്നാലെ മനസ്സിലാക്കി. കുറച്ചുനേരം ബ്രേക്ക് എടുക്കണം എന്ന് നോഹയ്ക്ക് തോന്നി. അപ്പോഴാണ് അസിസ്റ്റന്റ് വന്നത്. അടുത്ത 3 മാസത്തേക്ക് ലീവ് പോലും ഇല്ലാതെ നോഹ എൻഗേജ്ഡ് ആണ് എന്ന ചാർട്ടിൽ നിന്നും മനസ്സിലാക്കിയതും നോഹ ആകപ്പാടെ അങ്കലാപ്പിലായി. എന്തായാലും അന്നത്തെ ഓഫീസ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് എൻഗേജ്മെന്റ് പാർട്ടിക്ക് എത്തിയപ്പോഴേക്കും കുറച്ചവൻ വൈകിയിരുന്നു. പിയാനോയിൽ ഇരുന്ന് പണ്ട് ബാറിൽ വെച്ച് വായിച്ച പോലെ അവൻ പിയാനോ വായിക്കാൻ ശ്രമിച്ചു. പക്ഷെ പഴയതുപോലെ കൈവഴങ്ങുകയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല.
ആ 3 കൊല്ലക്കാലം നോഹയെ പൂർണ്ണമായി മാറ്റിക്കളഞ്ഞു എന്നവൻ തിരിച്ചറിയുകയാണ്. അന്നേരെ മദ്യപിച്ച് ബാത്റൂമിൽ ഏതൻ വാളുവെക്കുന്നുണ്ടായിരുന്നു. ഏവറി അവന്റെ അടുത്തേക്ക് പോയി. പിന്നാലെ നോഹയും ചെന്നു. പണ്ടത്തെ തന്റെ അവസ്ഥയിലാണല്ലോ ഏതനുള്ളത് എന്ന് നോഹ അപ്പോ ആലോചിക്കുന്നുണ്ട്. ഏതനെ ഇവിടെ നിന്ന് തനിച്ചുവിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഏവറി ക്യാരിക്കൊപ്പം അവനെ വിടാമെന്ന് പറഞ്ഞെങ്കിലും നോഹ സമ്മതിച്ചില്ല. താൻ ഡ്രോപ്പ് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഏതനെ കൂട്ടിക്കൊണ്ടുപോവാൻ തുടങ്ങി. പോകുന്ന വഴിയിൽ ഏതൻ കാറിന്റെ പിൻസീറ്റിലിരുന്ന് മദ്യലഹരിയിൽ സംസാരിച്ചു. താൻ എത്രത്തോളം ഏവറിയെ പ്രണയിച്ചു എന്നും നോഹ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളെപ്പോഴേ ഒന്നാവേണ്ടതായിരുന്നു എന്നൊക്കെയായിരുന്നു അവൻ പറഞ്ഞത്. ഇന്ന് അവളുടെ എൻഗേജ്മെന്റ് ഡേ ആയിട്ട് കൂടി ഞാൻ അവളെ പ്രപ്പോസ് ചെയ്യാൻ നോക്കി എന്നും മദ്യലഹരിയിൽ അവൻ പറഞ്ഞതും എന്താ അവൾ പറഞ്ഞത് എന്ന് നോഹ ചോദിച്ചു. കാര്യങ്ങൾ ഒരുപക്ഷെ വേറെ രീതിയിലായിരുന്നെങ്കിൽ നന്നായേനെ എന്നവൾ പറഞ്ഞു എന്നായിരുന്നു അവൻ മറുപടി പറഞ്ഞത്. അത് കേട്ടതും ഏവറിക്ക് ഇപ്പോൾ തുടരുന്ന ഈ റിലേഷനിൽ അത്ര താല്പര്യമൊന്നുമില്ലെന്നും സാഹചര്യവശാൽ അവൾ തുടരുന്നതാണ് എന്നും നോഹ മനസ്സിലാക്കി. അന്നേരെ വൈകിയായിരുന്നു വീട്ടിലേക്ക് നോഹ തിരികെ എത്തിയത്. ക്യാരി എപ്പോഴും ഉണർന്നിരിക്കുന്നുണ്ടായിരുന്നു. ക്യാരിക്കടുത്ത് ചെന്ന് മനസ്സിലുള്ള തന്റെ കാര്യങ്ങളൊക്കെ അവൻ സംസാരിച്ചു. അന്ന് ക്യാരി പറഞ്ഞു, ഇതൊക്കെ എനിക്ക് നേരത്തെ അറിയാവുന്നത് തന്നെയാ, പക്ഷെ എന്നുവെച്ച് പേടിക്കണ്ട. ഏവര് നിങ്ങളുടെ കാര്യത്തിൽ വല്ലാതെ കെയർ കാണിക്കുന്നുണ്ട്. ഒരിക്കലും അവളെ നിങ്ങളെ ഇട്ടേച്ചു പോകുന്നുമില്ല. ആ നിമിഷം നോഹ തിരിച്ചറിഞ്ഞു, ഒരിക്കലും താൻ ഏവറിക്ക് ചേരുന്നൊരു വ്യക്തിയല്ലെന്ന്, അല്ലെങ്കിൽ ഏവറിക്ക് തന്നെക്കാൾ മികച്ചത് മറ്റാരെങ്കിലും ആണെന്ന്. അതോടെ വീണ്ടും 3 കൊല്ലം മുമ്പിലേക്ക് സഞ്ചരിക്കാൻ നോഹ തീരുമാനിച്ചു. ഇത്തവണ ടൈം ട്രാവൽ ചെയ്തെത്തിയപ്പോ ഒരു പരിചയവുമില്ലെങ്കിലും ഏതനെ വിളിച്ച് നിർബന്ധപൂർവം അന്ന് രാത്രിയിലെ ഹാലോവീൻ പാർട്ടിക്ക് നോഹ കൂട്ടിക്കൊണ്ടുവന്നു. അന്ന് അവിടെ വെച്ച് ഏവറിയുമായി ഏതൻ പരിചയപ്പെടാൻ സാഹചര്യങ്ങൾ അവനുണ്ടാക്കി. പിന്നെ പറയണ്ടല്ലോ, ഏതനും ഏവറിയും വളരെ പെട്ടെന്ന് സുഹൃത്തുക്കളായി മാറി. അവനാകട്ടെ ഈ സമയം ക്യാരിക്കടുത്ത് ചെന്ന് സംസാരിക്കാനും ക്യാരിയുമായി സൗഹൃദം സ്ഥാപിക്കാനും ശ്രമിച്ചു. ക്യാരിയോട് സംസാരിച്ചപ്പോഴാണ് ക്യാരി എന്തടിപൊളിയാണ് എന്ന് നോഹ തിരിച്ചറിയുന്നത്. യാഥാർത്ഥ്യത്തിൽ നോഹയും ക്യാരിയും തമ്മിലായിരുന്നു ഒരുപാട് സാമ്യമുണ്ടായിരുന്നത്. ഇത്തവണ ക്യാരിയെയായിരുന്നു നോഹ ബാറിലേക്ക് കൊണ്ടുപോയത്. അവിടെ വെച്ച് പിയാനോ വായിച്ചപ്പോ മ്യൂസിക്കിനെ പറ്റിയുള്ള ക്യാരിയുടെ അറിവും മറ്റും കണ്ട് നോഹ അതിശയിക്കുന്നുണ്ട്. ഇരുവരും തമ്മിൽ മ്യൂസിക് ടേസ്റ്റിൽ പോലും വലിയ സാമ്യതകളുണ്ട്. ഏവർക്കും ഇതുപോലെ ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന മട്ടിൽ നോഹ സൂചിപ്പിച്ചപ്പോ താനാണ് അവൾക്കിതൊക്കെ പറഞ്ഞുകൊടുത്തത് എന്നായിരുന്നു ക്യാരിയുടെ മറുപടി. ക്യാരിയിൽ നിന്നാണ് ഏവർ ഇതിലേക്കൊക്കെ എത്തിച്ചേർന്നതെന്ന് അറിഞ്ഞതും ക്യാരിയാണ് മെയിൻ വ്യക്തി, തന്റെ ക്യാരക്ടറുമായി ചേർന്ന് നിൽക്കുന്ന വ്യക്തി എന്ന് നോഹ പിന്നെയും തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവ് ക്യാരി തന്റെ പാർട്ട്ണറായാൽ നന്നാവും എന്ന ചിന്തയിലേക്കും നോഹയെ നയിക്കുകയാണ്. തങ്ങൾ രണ്ടാളും ഒന്നിച്ചാൽ പെർഫെക്റ്റ് ആയിരിക്കും എന്നും നോഹ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും അടുത്ത ദിവസം നോഹ ഉണർന്നു. 2017 നവംബർ 1 ഇത്തവണ നോഹ ഉറക്കമുണർന്നത് മാക്സിന്റെ ലക്ഷറി വീട്ടിലായിരുന്നു. മാക്സ് അപ്പോഴേക്കും വൈസ് പ്രസിഡന്റായി മാറിക്കഴിഞ്ഞിരുന്നു. പക്ഷെ അന്ന് മാക്സിനോട് സംസാരിക്കുമ്പോഴാണ് ഞെട്ടലോടെ ചില കാര്യങ്ങൾ നോഹ മനസ്സിലാക്കുന്നത്. അന്ന് രാത്രി ഹാലോവീൻ പാർട്ടിക്ക് ശേഷം നോഹ പിന്നീട് ക്യാരിയെ കണ്ടിട്ടേയില്ല. അവർ ഡേറ്റിംഗിലോ മറ്റോ ഒന്നുമല്ല. ക്യാരിക്ക് മുമ്പൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവരുമായി ബ്രേക്കപ്പ് ആയതുമായിരുന്നു. അവർ വീണ്ടും ഒന്നിക്കുകയും റിലേഷൻഷിപ്പിൽ വീണ്ടും മുമ്പോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുവാണ്. അക്ഷരാർത്ഥത്തിൽ അത് കേട്ടതും നോഹ ഞെട്ടിയിരുന്നു. എന്തായാലും ക്യാരിയെ കണ്ട് സംസാരിക്കാൻ നോഹ തീരുമാനിച്ചു. ക്യാരിയുടെ വീട്ടിലേക്ക് നോഹ ചെന്നു. 3 കൊല്ലം മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടെന്നും നമ്മൾ തമ്മിൽ ഒരുപാട് സാമ്യതകളുണ്ട്, അതുകൊണ്ട് ഒന്നിച്ച് മുമ്പോട്ട് പോവണം, ഡേറ്റിന് പോയാലോ എന്ന മട്ടിൽ അവൻ ചോദിക്കുമ്പോ താൻ തന്റെ ബോയ്ഫ്രണ്ടുമായി വീണ്ടും ഒന്നായെന്നും ഞങ്ങൾ ഒന്നിച്ചാണുള്ളത് എന്നുമായിരുന്നു അവളുടെ മറുപടി. ആ നിമിഷത്തിൽ നോഹ ഒരു തിരിച്ചറിവിലേക്ക് എത്തി. ഏവറിയുമായി താൻ സൗഹൃദത്തിലായതുകൊണ്ടായിരുന്നു മുമ്പൊക്കെ ക്യാരിയുമായും സൗഹൃദമുണ്ടായത്. ക്യാരിയോട് ഇടപഴകാൻ സമയവും കിട്ടിയത്. അതില്ലാത്തിടത്തോളം ഒന്നും തന്നെ നടന്നിട്ടില്ല. എന്തായാലും തന്റെ ജീവിതം വീണ്ടും ശോകമായി പോവാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. അവൻ വീണ്ടും പഴയ ബാറിലേക്ക് ചെല്ലുകയാണ്. അവിടെ ഫോട്ടോ ബൂത്തിൽ കയറി ഫോട്ടോ എടുത്ത് പാസ്റ്റിലേക്ക് പോവാനായിരുന്നു അവൻ ഉദ്ദേശിച്ചത്. പക്ഷെ അവിടെ എത്തിയപ്പോഴോ ആ പഴയ ഫോട്ടോ ബൂത്ത് കാണുന്നേയില്ല. അത് വിറ്റല്ലോ എന്നായിരുന്നു അവിടുത്തെ ഒരു സ്റ്റാഫ് പറഞ്ഞത്. നോഹ വല്ലാതെ അപ്സെറ്റായി. ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും തന്റെ ജീവിതം ഇങ്ങനെ കുളമായി പോയല്ലോ, ഇനി ഇതുമായി മുമ്പോട്ട് ജീവിക്കേണ്ടി വരുമല്ലോ എന്നൊക്കെയായിരുന്നു അവന്റെ മനസ്സിലൂടെ ഓടിയത്. ഈ സമയമാണ് അങ്ങോട്ടേക്ക് ഏവറിയും ഏതനും വരുന്നത്. ഏവറിയും ഏതനും തമ്മിലുള്ള എൻഗേജ്മെന്റ് അതിനോടകം കഴിഞ്ഞിരുന്നു. ഏവറി അന്ന് അവരുമായി സംസാരിച്ചു. ആ സമയത്താണ് ആ ബാർ ഏവറി മേടിച്ചെന്നും അതിലെ ഫോട്ടോ ബൂത്ത് വിറ്റപ്പോ വാങ്ങിയത് നോഹയാണ് എന്നുള്ള കാര്യവും ഏവറി പറയുന്നത്. നോഹയ്ക്ക് അതൊന്നും ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല. നോഹ തന്റെ വീട്ടിലേക്ക് ചെന്നു. ഫോട്ടോ ബൂത്ത് അവിടെ തന്നെ ഉണ്ട്. അവൻ അതിൽ കയറി പിന്നിലേക്ക് ടൈം ട്രാവൽ ചെയ്തു.
ഇത്തവണ ഒരു മാറ്റങ്ങളും നോഹ വരുത്തിയില്ല. ആദ്യമേ എന്തായിരുന്നു സംഭവിച്ചത് അതുപോലെ നോഹ പ്രവർത്തിച്ചു. അങ്ങനെ അടുത്ത ദിവസം നോഹ ഉണരുമ്പോൾ അന്ന് ഏവറിയുടെ എൻഗേജ്മെന്റ് ദിവസമാണ്. കഥയുടെ തുടക്കത്തിൽ പോലെ ഏവറിയും മേത്തിനും എൻഗേജ്ഡ് ആവുന്ന ദിവസം നോഹയും അവിടുണ്ട്. നോഹ പക്ഷേ അന്ന് സന്തോഷവാനായിരുന്നു. അവരുടെ എൻഗേജ്മെന്റിന് ശേഷം അന്നും സിംഗിളായി ജീവിക്കുന്ന ക്യാരിക്കടുത്തേക്ക് നോഹ കടന്നു ചെന്നു. ക്യാരിയുമായി കുറച്ചുനാളത്തെ പരിചയമുണ്ടല്ലോ. ക്യാരിയോട് നോഹ അന്നു മുതൽ സംസാരിച്ചു തുടങ്ങി. അവർ തമ്മിൽ എല്ലാം കൊണ്ടും ചേരുന്നുണ്ടായിരുന്നു. അവരൊരു റിലേഷൻഷിപ്പ് ആരംഭിച്ചു. ഇരുവരും ഒന്നായി മാറി റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുമ്പോട്ടു പോകുന്ന ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ടൈം ട്രാവൽ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.